CPM-ലെ തെറ്റുകൾ സംബന്ധിച്ചും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയും റിവ്യൂ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിനെതിരെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയ MLA-മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ CPM എന്ന പാർട്ടി പ്രതിരോധത്തിലെത്തിയ ചെറുതല്ല. ഇപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിൽ എത്രത്തോളം ഈ ഒരു പാർട്ടിക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്? അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായി. ആ തോൽവിയുടെ കാരണം പഠിക്കാൻ വേണ്ടി സഖാക്കളെ കേൾക്കാൻ തീരുമാനിച്ചു. ഈ സഖാക്കൾ സഖാക്കളുടെ അഭിപ്രായങ്ങളെല്ലാം ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെല്ലാം പരിശോധിച്ച് സംസ്ഥാന സമിതിയിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ജില്ലാ കമ്മിറ്റികളിലേക്ക് ആ റിപ്പോർട്ട് പോകുന്നു. അങ്ങനെയാണ് CPM-ന്റെ തോൽവിയെക്കുറിച്ചായാലും ഏത് സംഘടനാ പ്രശ്നങ്ങളെല്ലാം വിലയിരുത്തൽ അങ്ങനെയാണ്. കീഴ്ഘടകം മുതൽ മേൽഘടകം വരെ ചർച്ച, അത് കഴിഞ്ഞ് മേൽഘടകത്തിൽ നിന്ന് താഴോട്ടുള്ള ചർച്ച. അതിന്റെ റിവ്യൂ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിനകത്ത് പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരടക്കം ഏതൊക്കെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ CPM-നോട് കലഹിച്ച് പുറത്തു പോയത്, അവരെന്തൊക്കെ തെറ്റുകളാണോ ചൂണ്ടിക്കാണിച്ച ആ തെറ്റുകളൊന്നും പരിഹരിക്കാനുള്ള ഒരു നടപടി ഇല്ല എന്നാണ് അവരുടെ വിമർശനം. കാരണം അവരാണല്ലോ ഇത് തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചത്. CPM പയ്യന്നൂര് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നു എന്നും കോടികൾ അടിച്ചുമാറ്റിയെന്നും പറഞ്ഞത് കുഞ്ഞികൃഷ്ണനാണ്. അതിലെന്ത് തിരുത്തൽ CPM വരുത്തി? ഒരു തിരുത്തലും വരുത്തിയില്ല. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ജനം വിശ്വസിച്ചുകൊണ്ടാണ് ജനം വോട്ട് ചെയ്ത് കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചത്. അതേപോലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച, ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞാണ് TK ഗോവിന്ദൻ വന്നത്. അതിലെന്ത് തിരുത്തലുണ്ട്? അതും തിരുത്തലില്ല എന്നാണ് ഈ റിവ്യൂ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 3 തിരുത്തലുകളാണ് CPM വരുത്തിയിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടന്ന പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെ ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി ഉറപ്പായും സ്വീകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുന്ന തിരുത്തൊന്ന്. 2, PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തെറ്റായിപ്പോയെന്ന് MV ഗോവിന്ദൻ സമ്മതിക്കുന്നു. അത് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരായി സംസാരിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്ന്. ഇത് രണ്ടും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്താണ്. ബാക്കി എന്ത് വിമർശനത്തിലാണ് മറുപടി ഉള്ളത്? ഒരു വിമർശനത്തിനും ഇല്ല. കാരണം പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കപ്പെട്ടു. അത് റിവ്യൂ റിപ്പോർട്ടിൽ ഇല്ല. MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലി, വാർത്താ സമ്മേളനം നടത്തുന്നത്, അതുപോലെ തന്നെ വിഷയങ്ങൾ, പാർട്ടിയുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത്, ഇതെല്ലാം സൂക്ഷ്മമായി വിമർശിക്കപ്പെട്ടു. ഇതൊന്നും റിപ്പോർട്ടിലില്ല. അതായത് വ്യക്തിപരമായ വിമർശനങ്ങൾ എല്ലാം ഒഴിവാക്കി. വ്യക്തിപരമായ വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉയർന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി വാക്കാൽ മറുപടി കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വാക്കാലാണ് മറുപടി കൊടുത്തത്. അത് താഴേക്ക് സഖാക്കളിലേക്ക് രേഖയായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഉൾപ്പെടെ CPM-നെ സ്നേഹിക്കുന്നവർ, CPM തെറ്റ് തിരുത്തി മുന്നോട്ട് തന്നെ പോകണം എന്ന് പറയുന്നവർ ഉന്നയിച്ച ഒരു വിഷയവും നേതൃത്വം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം തെറ്റ് സംഭവിച്ച ചില കാര്യങ്ങൾ മാത്രം മുന്നിൽ നിർത്തി 3 തിരുത്തലുകൾ മാത്രം വരുത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കീഴ്ഘടകത്തിലേക്ക് ചർച്ചയ്ക്ക് അയക്കുകയാണ്. ഇതുകൊണ്ട് മാത്രം എന്ത് തിരുത്തലുണ്ടാവും? ഇത് തന്നെ ഇതേ രീതിയിലാണ് അണികളെയും പ്രവർത്തകരെയും വിശ്വാസത്തിൽ എടുക്കാതെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ കണ്ടത്. CPM-മാരോട് വോട്ട് ചെയ്തിട്ട് UDF ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതെന്ന് CPM ഓർക്കണം. അതായത് ഇപ്പോ 3 തിരുത്തലുകളാണ് വരുത്തിയെന്ന് പറയുന്നത്. ഇപ്പൊ ഇതില് ഈ ഒരു MV ഗോവിന്ദന് സെക്രട്ടറി സ്ഥാനം ഒഴിയണം എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അണികൾക്കിടയിൽ. ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഈ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് സ്വയം പരിശോധന നടത്തി ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറുന്നതല്ലേ ഈ ഒരു പാർട്ടിക്ക് തന്നെ ഉചിതം? അല്ല, കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അണികളിൽ നിന്ന് വന്ന ആവശ്യം അത് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം പുനഃസംഘടിപ്പിക്കണം, പ്ലീനം വിളിക്കണം. പ്ലീനം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന സമ്മേളനം മുതൽ അടുത്ത സംസ്ഥാന സമ്മേളനത്തിനും ഇടയിലുള്ള സമയത്ത് പാർട്ടിയുടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ കൃത്യമായി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വിളിച്ചു ചേർക്കുന്നതാണ്. അതിലെല്ലാ CPM-ന്റെ എല്ലാ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും പങ്കെടുക്കുന്ന വിപുലമായ ഒരു സംവിധാനമാണ് പ്ലീനം എന്ന് പറയുന്നത്. പ്ലീനം വിളിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നതും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രവർത്തനം എല്ലാം മോശമാണെന്ന് പറയുന്നതും കൃത്യമായി സഖാക്കൾ പറഞ്ഞത് നേതൃമാറ്റം എന്ന ആവശ്യം തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി അടക്കം മാറി നിന്ന് ഒരു നേതൃമാറ്റത്തെ കുറിച്ച് ആലോചിക്കണം, പുതിയ മുഖം വരണം എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചപ്പോൾ വ്യക്തിപരമായ വിമർശനങ്ങളെല്ലാം ഒഴിവാക്കി. അതായത് സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിൽ MV ഗോവിന്ദനും PB അംഗം എന്നുള്ള നിലയിൽ പിണറായി വിജയനും വിമർശിക്കപ്പെടേണ്ട എന്നൊരു തീരുമാനത്തിലാണ്
ആ വ്യക്തിപരമായ വിമർശനങ്ങളെല്ലാം ഒഴിവാക്കി. എന്നിട്ടും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തെറ്റാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ് തിരുത്തണമെന്ന് പറഞ്ഞത്. കാരണം എന്തൊക്കെ രീതിയിലുള്ള തെറ്റ് തിരുത്തൽ അല്ലെങ്കിൽ സ്വയം വ്യക്തിപരമായ വിമർശനം ഒഴിവാക്കിയാലും PK ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ആ ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് മാത്രം തെറ്റാണെന്ന് സമ്മതിച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കിയത്. അപ്പോഴും സഖാക്കളുടെ ആവശ്യം അവിടെ ആരും പരിഗണിച്ചിട്ടില്ല, അണികളുടെ ആവശ്യവും പരിഗണിച്ചിട്ടില്ല. നേതൃത്വം അവരെ ചുറ്റും പറ്റി നിൽക്കുന്നവരെയും നേതൃത്വത്തെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ട് അവരെ തയ്യാറാക്കി താഴേക്ക് ഇട്ടുന്നു. ഇതാണ് ചെയ്തത്. ഇതിൽ എന്ത് തിരുത്തൽ വരുമെന്നും ഈ റിപ്പോർട്ടിനോട് ഇനി പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു വിമർശനം വരുന്നുണ്ട് നമ്മുടെ MP രാജേഷിനും ശാന്തകുമാരിക്കുമെതിരെ. ഈ പിണറായി വിജയന്റെയും അല്ലെങ്കിൽ MV ഗോവിന്ദനെതിരെയുള്ള ആ ഒരു ശൈലി തന്നെയാണ് ഇവർക്കും പ്രശ്നമാവുന്നത്. അതായത് ഈ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലിയോ അല്ലെങ്കിൽ പെരുമാറ്റ ശൈലി ശരിയല്ലെന്നാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തോൽവിയെ ചർച്ച ചെയ്യാൻ വേണ്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിളിച്ച് കൂട്ടിയ ഒരു യോഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇവർക്കെതിരെ എത്ര അതായത് മുൻ മന്ത്രിയോടെയാണ് MP രാജേഷ്. അപ്പൊ അവർക്കെതിരെ എത്ര ഒരു വിമർശനം ഉയരുമ്പോൾ ഈ അണികൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു അസാരസ്യം ഉണ്ടാവുമല്ലോ, അത് അത്രത്തോളം ഉണ്ടാവാൻ അല്ല, അത് ഈ മന്ത്രിമാരുടെ പ്രവർത്തന ശൈലി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലേക്കാണെന്നുള്ള ഒരു വിമർശനം ഉയരാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. കാരണം ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരൊക്കെ മികച്ച മന്ത്രിമാരും എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു. അതിലൊരു CPM ഒരു മാറ്റം വരുത്തി 2 ടേം നിബന്ധന കൊണ്ടുവന്നിട്ടാണ് 2021 ഇലക്ഷൻ നേരിട്ട് തുടർ ഭരണത്തിലേക്ക് എത്തിയത്. അപ്പോഴും ജനം വിചാരിച്ച എന്താ, ആദ്യ ടേമിൽ ഉണ്ടായിരുന്നത് പോലത്തെ ജനകീയ മന്ത്രിമാരുണ്ടാകുമെന്നാണ്. പക്ഷെ അതുണ്ടായില്ല. പകരം എല്ലാ പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. പുതുമുഖങ്ങൾ വന്നപ്പോൾ എന്താണ്, അവർ ജനങ്ങളിൽ നിന്ന് അകരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ, ഏത് വിഷയത്തെയും ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, വിമർശനങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്ന രീതി, ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യാതെ ഏകപക്ഷീയമായി ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള തരത്തിലേക്ക് പോയി. അപ്പോൾ ഈ ഭരണത്തിലും നേതൃത്വത്തിലും ഉണ്ടായ ഇതേ ശൈലി അത് MLA-മാരുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും നല്ല ജനകീയ MLA-മാരായിട്ടുള്ള പലരും തോറ്റുപോയത് അതുകൊണ്ടാണ്. കാരണം ജനം അങ്ങനെയാണ് ഇവരെ കണ്ടത്. മന്ത്രിമാർ ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതായപ്പോൾ ആ CPM-ലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള ഒരു ആൾക്കാരാണെന്ന് ജനം ചിന്തിച്ചു. അതാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് തിരുവമ്പാടിയിൽ ലിൻഡോയെ പോലൊരു സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥി, മികച്ച MLA എന്ന് പേരെടുത്ത ആളാണ്, എന്നിട്ടും തോറ്റുപോയി. അതാണ് ഞാൻ പറയുന്നത്. കാരണം മന്ത്രിമാർ ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ ഏകപക്ഷീയമായ ശൈലികൾ കൊണ്ടുവന്നപ്പോൾ ജനം പാർട്ടിയോടും പൂർണ്ണമായിട്ടും അകന്നുപോയി. അത് തന്നെയാണ് ഇപ്പം സഖാക്കളെല്ലാം ഉന്നയിക്കുന്നത്. ഈ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ ശൈലി മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ശൈലിയെക്കുറിച്ചോ ഒന്നും ആരും പറഞ്ഞില്ല. ഇപ്പൊ തോറ്റ് അധികാരമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ജനങ്ങളോടെല്ലാം തെറ്റാണ് ചെയ്തിരുന്നത്, ഈ ശൈലി മാറണമായിരുന്നു, അത് മാറാത്തത് കൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടി കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നത്. ഈ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് മനസ്സിലാക്കി തിരുത്തൽ വരുത്തണം. ഈ രീതിയിലുള്ള തിരുത്തലല്ല, കൃത്യമായി തിരുത്തണം. നേതാക്കളെയും അതല്ലെങ്കിൽ മുൻ മന്ത്രിമാരായിട്ടുള്ളവരെ എല്ലാം പറയണം, നിങ്ങളുടെ ശൈലി അല്ല, ഇതല്ല ശൈലി, ഈ ശൈലിയിലല്ല CPM പ്രവർത്തിച്ചിരുന്നത്. ഇവിടുത്തെ ഭരണ തുടർച്ച ഉണ്ടാവില്ലെങ്കിൽ പോലും ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ പോലും മുൻ മന്ത്രിമാർക്ക് ജനങ്ങൾക്കിടയിൽ ലഭിച്ചിരുന്ന ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അത് ഈ മന്ത്രിമാർക്കൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് ഇറങ്ങി പുറത്ത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം എത്ര തിരിച്ചടി ഉണ്ടെങ്കിലും 12 മന്ത്രിമാരൊക്കെ തോൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ജനങ്ങളിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. സഖാക്കളായിരുന്നാലും അണികളായിരുന്നാലും ഇതിലെല്ലാം മനമെടുത്താണ് ഇപ്പൊ തുറന്നു പറയുന്നത് ഈ ശൈലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ഇപ്പോ താഴെക്കടയിലേക്കുള്ള പ്രവർത്തകരിലേക്ക് സംസ്ഥാന സമിതി അടക്കമുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി ജനങ്ങളെ എങ്ങനെ CPM പ്രവർത്തിക്കണം എന്ന രീതിയിൽ, ജനങ്ങളെ മറുപടി പറയണം എന്ന രീതിയിൽ ഒരു ജനസമ്പർക്കം പോലെയുള്ള ഒരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയാണ് CPM പുറപ്പെടുന്നത്. ഈ ഒരു പല കാര്യങ്ങളും തിരുത്തൽ വരുത്തിയ CPM ഈ ജനങ്ങളുടേതായിട്ടുള്ള ഒരു എന്ത് കാര്യങ്ങളായിരിക്കും ആവശ്യപ്പെടാൻ പോകുന്നത്? അല്ല, പാർട്ടി അണികളെയും പ്രവർത്തകരെയും ഞങ്ങൾ കേൾക്കുമെന്നും ഞങ്ങൾ അവരുടെ വിമർശനങ്ങളെല്ലാം പരിഗണിക്കുമെന്ന് പറഞ്ഞാണ് ഈ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമിതി വരെ ചേർന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ബ്രാഞ്ച് തലം മുതൽ ഉയർന്ന വിമർശനങ്ങൾ, നേതൃമാറ്റം എന്ന ആവശ്യം, പ്രവർത്തന ശൈലിയിലെ വീഴ്ച, പിന്നെ ചില നേതാക്കളുടെ ധാർഷ്ട്യം, ഇങ്ങനെ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെല്ലാം അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അതെല്ലാം അവിടെ വെട്ടിക്കളയുകയാണ് ചെയ്തത്. അവിടെ വ്യക്തിപരമായ വിമർശനങ്ങളൊന്നുമില്ലാതെ ഒരു 3 തിരുത്തൽ മാത്രം വരുത്തി ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇതാണ് പാർട്ടി സ്വന്തം അണികളോടും സ്വന്തം പ്രവർത്തകരോടും പാർട്ടി അംഗങ്ങളോടും കാണിച്ചത്. അവർ പറഞ്ഞത് ഒരുപക്ഷെ ഈ ഏരിയ ബ്ലോക്ക് നിന്നുള്ള ഒരു നിർദ്ദേശം അല്ല വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വെട്ടിക്കാണും. ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ചില വിമർശനങ്ങൾ
വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിലും വെട്ടിക്കാണോ? അതല്ലേ സംഭവിച്ചിട്ടുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. കാരണം പാർട്ടി അംഗങ്ങൾ പറഞ്ഞത് സംസ്ഥാന നേതൃത്വം എത്രത്തോളം വില കൊടുത്തു എന്നുള്ളതിന്റെ കാര്യമാണിത്. വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വത്തോട് പ്രവർത്തകർ പറയാണ് നിങ്ങൾ തെറ്റാണ്, നിങ്ങളുടെ ഈ ശൈലികളെല്ലാം തെറ്റാണ്, നിങ്ങളുടെ ഈ പ്രവൃത്തി തെറ്റാണ്, ഇങ്ങനെയല്ല CPM പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നു. ആ വിമർശനങ്ങളെ വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരെ ഒരു രീതിയിലും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് CPM പാർട്ടി പ്രവർത്തകരോട് ചെയ്തത്. അപ്പൊ പിന്നെ സാധാരണ ജനങ്ങളുടെ അഭിപ്രായത്തിന് എത്ര വില കൊടുക്കും എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ ഊഹിക്കാമല്ലോ. കാരണം ഇവിടെ നമ്മൾ കേട്ടതാണ് ഈ ഒരു ഏരിയ കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയൻ MLA മായി പോലും തുടരാൻ അർഹനല്ല എന്നൊരു വിമർശനമാണ് ഒരു ഏരിയ സെക്രട്ടറി ഉന്നയിച്ചത്. അതൊക്കെ ഈ റിപ്പോർട്ടിൽ ഇല്ലല്ലോ, അതെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പൊ തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. അത് പാർട്ടി സഖാക്കൾക്ക്, സ്വന്തം സഖാക്കളോട് CPM താഴെത്തട്ടിലുള്ള സഖാക്കളോട് CPM ഇങ്ങനെയാണ്, നേതൃത്വം ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ പിന്നെ ജനങ്ങൾ ഈ വാട്സപ്പിലെടുത്ത് പരാതി അയച്ചാൽ എത്രത്തോളം തിരുത്തും? ജനങ്ങളുടെ ഈ പരാതിക്ക് എന്ത് വില കൊടുക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ.